നിക്കോളാസ് പൂരൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലോട്ട് വരുന്നത് മറ്റൊന്നുമല്ല. മലയാളികൾ ഏറെ സൂക്ഷ്മമായി പറയാൻ ശ്രമിക്കുന്ന ലോക ക്രിക്കറ്റിലെ ഒരു നാമം തന്നെയാണ്. ഇറ്റ് വാസ് എ ഷോക്കിംഗ് ന്യൂസ് ഫോർ എനി ക്രിക്കറ്റ് ഫാൻസ് അറൗണ്ട് ദ വേൾഡ്. നിക്കോളാസ് പൂരൻ റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ് അറ്റ് ദി ഏജ് ഓഫ് 29. ഒന്ന് ആലോചിച്ച് നോക്കി, വെറും 29 വയസ്സിൽ ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളും ഓസ്ട്രേലിയൻ താരങ്ങളെല്ലാം ഡെബ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിൽ നിക്കോളാസ് പൂരനെ പോലെ ആധികായനായ ലോകത്തെ ഒരു T20 ബാറ്റർ ക്രിക്കറ്റിൽ നിന്നും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങുന്നു. എത്രയൊക്കെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഇന്റർനാഷണൽ ക്രിക്കറ്റ് നൽകുന്ന ഒരു ഓളം ഒരു ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിനും നൽകുവാൻ സാധിക്കുകയില്ല. IPL ആണെങ്കിലും ബിഗ് ബാഷ് ആണെങ്കിലും ദി ഹൺഡ്രഡ്സ് ആണെങ്കിലും MLC ആണെങ്കിൽ കൂടി ആ ഒരു 1-2 മാസം ആ ഒരു കളി നീണ്ടു നിൽക്കുന്ന കാലം മാത്രമാണ് അതിൻ്റെ ആയുസ്. അത് കഴിഞ്ഞാൽ ആ സീസൺ കഴിഞ്ഞു, ആ ചർച്ചകൾ കഴിഞ്ഞു, പിന്നീട് വീണ്ടും നമ്മൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് തിരിച്ചു വരും. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഷോക്കിംഗ് ഡിസിഷൻസ് നമ്മളെ എല്ലാവരെയും ഒരുപാട് നിരാശരാക്കും. കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇനിയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കെൽപ്പുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു നിക്കോളാസ് പൂരൻ. 106 മത്സരത്തിൽ 149 സിക്സുകൾ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 2275 റൺസുകൾ അദ്ദേഹം നേടിയെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരാശരിയേക്കാൾ മികച്ചത് അദ്ദേഹത്തിന്റെ പ്രഹരശേഷിയായിരുന്നു. അതാണ് നിക്കോളാസ് പൂരന്റെ വൈവിധ്യം. ഏതൊരു വെസ്റ്റ് ഇൻഡീസ് ബാറ്ററുടെ വൈവിധ്യവും ഒരിക്കലും ശരാശരിയുടെ കണക്കല്ല. റിട്ടയർമെന്റ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഫ്രാൻസ് ക്രിക്കറ്റിൽ തുടരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനിയും 5-6 വർഷങ്ങൾ കളിക്കാൻ കെൽപ്പുള്ളതാണ് അദ്ദേഹത്തിന്. 5-6 വർഷങ്ങൾ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിനായി മാത്രം അദ്ദേഹം മാറ്റിവെക്കുന്നു. ഒരിക്കലും ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് ഇതിന്റെ മുകളിൽ വരില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നമ്മൾ ഇന്ത്യ എന്ന് കൊടി പിടിക്കുമ്പോൾ, വെസ്റ്റ് ഇൻഡീസിന്റെ കൊടി പിടിക്കുമ്പോൾ അതിന് വരുന്ന ഒരു ശക്തിയുണ്ട്, അതിന് വരുന്ന ഒരു ഊർജ്ജമുണ്ട്, ആ ഫാൻ ബേസിന് വരുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. അതിനൊന്നും ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിന് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല.